എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിക്കുവാൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം പറയുന്നു, ഇതെൻ്റെ വാക്കാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ എൻ്റെ വാക്കിനകത്ത് നന്മയുണ്ട്. നിനക്കും നിൻ്റെ കുടുംബത്തിനും നിൻ്റെ തലമുറകൾക്കും അനുഭവിക്കാനുള്ള നന്മ എൻ്റെ വചനത്തിൻ്റെ അകത്തുണ്ട്. ശ്രദ്ധയോടെ ഇന്ന് പകൽ എത്ര പേർ വചനം കേൾക്കും, എത്ര പേർ വചനത്തോട് പ്രതികരിക്കും? ദൈവവചനത്തിൻ്റെ അകത്ത് നന്മയുണ്ട്. നമുക്കും നമ്മുടെ തലമുറകൾക്കും അനുഭവിക്കാനുള്ള കരുതൽ, നന്മ ദൈവവചനത്തിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു വചനം പറയട്ടെ. യേശു തന്നെ അനുഗമിച്ച, തന്നെ വിശ്വസിച്ച ശിഷ്യഗണത്തോട് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല. നിങ്ങളാരും ഭയപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു വചനമാണ്. ഇത് ഒരു വാക്കാണ്. ഈ വാക്കിൻ്റെ അകത്തൊരു നന്മയുണ്ട്. അതെന്താണെന്നോ? അത് സമാധാനമാണ്. അത് അനുഭവിക്കാനുള്ളതാണ്. ഇവിടെ അനുഭവിക്കാനുള്ളതാണ്. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത സ്വർഗത്തിൽ സമാധാനമുണ്ടെന്നല്ല യേശു പറഞ്ഞേ. അവിടെ സമാധാനമേ ഉള്ളൂ. അവിടെ ദുഃഖമില്ലല്ലോ. അവിടെ നിത്യ യുഗായുഗങ്ങൾ യേശുവിനോട് കൂടെയുള്ള വാസമാണ്. അവിടെ വാഴ്ചയാണ്. സമാധാനത്തിൻ്റെ സമൃദ്ധി, സന്തോഷത്തിൻ്റെ സമൃദ്ധി, പ്രത്യാശയുടെ സമൃദ്ധി അവിടെയുണ്ട്. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ, കഷ്ടതകൾ നിറഞ്ഞ ഈ ഭൂമിയിൽ യേശു പറയുന്നു, നിങ്ങൾക്ക് സമാധാനമുണ്ട്. അതനുഭവിക്കാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ അതനുഭവിക്കാൻ പറ്റും? ദൈവം പറയുന്നു, നീ ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രദ്ധിച്ചു കേട്ടാൽ നന്മയുണ്ട്, അനുഭവിക്കാൻ പറ്റും. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ദൈവത്തെ അനുഗമിച്ചപ്പോൾ അവരിൽ ചിലർ പാടിയ പാട്ടുകളെടുത്ത് പരിശോധിച്ചാൽ, ഒരു ഭക്തൻ പാടിയത് ഇങ്ങനെയാണ്: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് പകൽ ഉറങ്ങാൻ കഴിയുന്നുണ്ട്? ഉറക്കമില്ലാതെ ദീർഘനാളുകൾ ഒന്നുറങ്ങുവാൻ പോലും കഴിയാതെ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, സമാധാനത്തോടെ കിടന്നുറങ്ങിയ ഭക്തന്മാർ പറയുന്നു, ഞങ്ങൾക്ക് സമാധാനം നൽകിയത് ദൈവ സാന്നിധ്യമാണ്. ഞങ്ങളുടെ ഭയം മാറ്റിക്കളഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇന്ന് പകൽ നിങ്ങളെയും സഹായിക്കുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾക്കും സമാധാനം നൽകുവാൻ ദൈവത്തിന് കഴിയും. അതേ പ്രിയപ്പെട്ടവരെ, ഈ വാക്കൊന്ന് ശ്രദ്ധയോടെ കേട്ടാൽ മതി. അനുഭവിക്കാനുള്ള നന്മയുണ്ട് ഇതിന്. യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവൻ അവനൊരു നാളും ദാഹിക്കത്തില്ല, വിശക്കത്തില്ല. കാരണം എൻ്റെ വചനത്തിന് അവൻ്റെ ദാഹം മാറ്റാനുള്ള ശക്തിയുണ്ട്. എൻ്റെ വചനത്തിന് അവന് തൃപ്തി നൽകാനുള്ള ശക്തിയുണ്ട്. എന്താണ് വചനം? നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. എത്ര പേർ ഇന്ന് പകൽ പ്രതികരിക്കും? ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ അടുത്തുണ്ട്. അതിനുള്ള യോഗ്യത എന്നാ? യേശു കർത്താവ് ഈ താണഭൂമിയിലേക്ക് വന്നത് ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും വേണ്ടിയാണ്. നമ്മൾ നല്ലവരായതുകൊണ്ടല്ല, നമ്മളെല്ലാവരും പാപികളാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവൻ വന്നത്. നമ്മളെ രക്ഷിക്കാനാണ് വന്നത്, നമ്മളോടൊപ്പം വസിക്കാനാണ് വന്നത്. അതേ പ്രിയപ്പെട്ടവരെ, അവൻ നിങ്ങളോട് കൂടെയുണ്ട്. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്.
നീ തകർന്നു പോകാൻ അവൻ സമ്മതിക്കത്തില്ല. വിശ്വസിക്ക്, ദൈവം കൂടെയുണ്ട്. അവൻ നിന്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് അരുളിച്ച ദൈവം ഇന്ന് പകൽ നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഇത് വചനമാണ്. ശ്രദ്ധിച്ചു കേട്ടാൽ നമ്മുടെ അകത്ത് വിശ്വാസം വ്യാപരിക്കും. ശ്രദ്ധിച്ചു കേട്ടാൽ നമ്മുടെ ധൈര്യം വർദ്ധിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ വാക്കൊന്നുമല്ല ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തെ കയറി ഒരാൾ പിടിച്ചാൽ വചനം അവനെ കയറി പിടിക്കും. വചനവും നീയുമായി ആഴമായൊരു ബന്ധം വന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ ആഴക്കുഴിച്ച് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനാണ്. നിന്നെ ഇളക്കാൻ പറ്റില്ല, തകർക്കാൻ പറ്റില്ല. എത്ര വലിയ കാറ്റ് പ്രതികൂലമായാലും നീ ഉറച്ചു നിൽക്കും. കാരണം ദൈവം നിന്നോട് കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. അതാണ് വചനം. ഈ വചനത്തിൻ്റെ നന്മ എന്താ? ദൈവം തന്നെയാണ്, അടുത്തുണ്ട്, കൂടെയുണ്ട്. വിശ്വസിക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ന് പകൽ അസാധാരണമായൊരു ദൈവപ്രവൃത്തി, ഒരു ധൈര്യം, ജീവൻ്റെ വ്യാപാരം ഈ വചനത്തോട് പ്രതികരിക്കുന്നവരുടെ മേൽ വെളിപ്പെടുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.